ഹലോ നീറ്റ് ആസ്പിരൻസ്. നമ്മുടെ അവസാനത്തെ ലാബ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ നീറ്റ് എക്സാമിലേക്ക് നമുക്കിനി ബാക്കിയുള്ളൂ. ഈ ദിവസങ്ങളിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഏതെങ്കിലും കോൺസെപ്റ്റുകൾ ഷോർട്ടാണെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാനും പെർഫെക്റ്റ് ആക്കാനും ഉണ്ട്. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ എഴുതണം, എല്ലാ ഇക്വേഷൻസും ഫോർമുലാസും റിയാക്ഷൻസും ഒക്കെ നമ്മുടെ തലയിലേക്ക് എത്തിക്കാനുണ്ട് അല്ലേ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് ചെയ്യാനുണ്ട്. അതിൽ തന്നെ കുട്ടികൾ ഏറ്റവും കൂടുതൽ കൺസേൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് കെമിസ്ട്രിയിൽ ഇനോർഗാനിക് കെമിസ്ട്രി പാർട്ട്. സാർ ഞാൻ ഒന്ന് പഠിച്ച് അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും എല്ലാം മറന്നു പോയിട്ടുണ്ട്, എല്ലാ സാധനവും പുതിയതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇനോർഗാനിക് കെമിസ്ട്രി നമ്മൾ ടാക്കിൾ ചെയ്യുക? നിങ്ങൾ ബയോളജി എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത് മക്കളെ? ബയോളജി നിങ്ങൾ ചെയ്യുക, ഡെയിലി ബേസിൽ നിങ്ങൾ റീഡ് ചെയ്യുന്നുണ്ട്. ഓരോ പേജിലും എന്തൊക്കെയാണുള്ളത്, ഒരു ടോപ്പിക് ഏത് പേജിലാണെന്നും ഏത് പൊസിഷനിലാണെന്നും ഏത് സെൻറ്റൻസിലാണെന്നും വരെ നിങ്ങൾക്ക് മനഃപ്പാഠം അറിയാം. ഇതേ കാര്യം തന്നെ ഒരു പരിധി വരെ നമുക്ക് കെമിസ്ട്രിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. എന്തുകൊണ്ടാണ് കെമിസ്ട്രി റീഡിങ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നോക്കിക്കേ, 2023 ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ കാണുന്ന ചോദ്യം 2023 ചോദിച്ചൊരു ചോദ്യമാണ്. ഇനോർഗാനിക് കെമിസ്ട്രി തന്നെയാണ്. ഒരു NCERT പാരഗ്രാഫ് അതുപോലെ 4 ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തേക്കാണ്. 4 സെൻറ്റൻസ് അപ്പാടെ 4 ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തേക്കാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഈ വർഷം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നമുക്കറിയാം സിലബസ് കാര്യമായി കുറഞ്ഞിട്ടുണ്ട്, ഇനോർഗാനിക് കെമിസ്ട്രി കാര്യമായിട്ടുള്ള ടോപ്പിക്കുകൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ JEE എക്സാമിൻ്റെ ഒരു എന്താ പറയുക ഇൻസൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇനോർഗാനിക് കെമിസ്ട്രിയുടെ പ്രാധാന്യം കാര്യമായി കുറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, NCERT നിന്നുള്ള ഡയറക്റ്റ് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. സോ അത് നീറ്റിൽ നമുക്കൊരു പരിധിവരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴേ തന്നെ എങ്ങനെയാണ് ഇനോർഗാനിക് കെമിസ്ട്രി ഡീൽ ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു റെഗുലർ റീഡിംഗ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. സോ ഈ റീഡിംഗ് ഷെഡ്യൂൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. മൺഡേ നിങ്ങൾ വായിക്കേണ്ട ചാപ്റ്റേഴ്സ് P ബ്ലോക്ക് എലമെൻസിലെ ഗ്രൂപ്പ് 13ഉം 14ഉം ആണ്, 11th സ്റ്റാൻഡേർഡ്. ട്യൂസ്ഡേ നിങ്ങൾക്ക് P ബ്ലോക്ക് ഗ്രൂപ്പ് 15 and 18, വെനസ്ഡേ P ബ്ലോക്ക് ഗ്രൂപ്പ് 16 and 17. അപ്പോൾ ഞാൻ ഇത് സെറ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വായിക്കാനുള്ള കൺവീനിയൻസ് അനുസരിച്ചിട്ടാണ് ഞാൻ ഓരോ ഗ്രൂപ്പുകൾ ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. തേഴ്സ്ഡേ നിങ്ങൾ D and F ബ്ലോക്ക് എലമെൻറ്റ്സ് വായിക്കുക അപ് ടു അലോയ് ഫോർമേഷൻ എന്നുള്ള ആ ടോപ്പിക് വരെയാണ് വായിക്കേണ്ടത്. ഫ്രൈഡേ നിങ്ങൾ D ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ബാക്കി ഭാഗം, അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ഈ കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ F ബ്ലോക്ക് എലമെൻറ്റ്സ്. സാറ്റർഡേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ മൈൻഡിൽ നിന്ന് വിട്ടുപോകാൻ ചാൻസ് ഉള്ള വേറെ കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാമാണ് നിങ്ങൾ സാറ്റർഡേ നിങ്ങൾ റീഡിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, സൺഡേ നിങ്ങളൊന്ന് വായിക്കണ്ട കേട്ടോ, ഈ ഒരു ഷെഡ്യൂൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇനി നമുക്ക് ഓൾമോസ്റ്റ് ഒരു 40 ദിവസമുണ്ട്. ഈ 40 ദിവസത്തിനുള്ളിൽ മിനിമം ഒരു 5 റൗണ്ടെങ്കിലും നിങ്ങൾ എൻറ്റയർ ഇനോർഗാനിക്കിൽ കൂടെ നിങ്ങളെങ്ങനെ കടന്നു പോകും. ഇങ്ങനെ കടന്നു പോകുന്നതിനനുസരിച്ച് ഈ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഫെമിലറായിട്ട് വരും. നിങ്ങളൊരാളെ ഡെയിലി കാണുന്നു എന്ന് വിചാരിക്കുക, അയാളുടെ മൂക്ക് എങ്ങനെയാണ്, കണ്ണെങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾക്കറിയാം, കാരണം നിങ്ങൾ അയാളെ ഡെയിലി കാണുന്നുണ്ട്. ഇതേ കാര്യം തന്നെ നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നു? നമ്മുടെ ഇനോർഗാനിക് കെമിസ്ട്രിൻ്റെ കാര്യത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. സോ നിങ്ങളൊരു റെഗുലർ റീഡിംഗ് ഹാബിറ്റിലേക്ക് ഇനോർഗാനിക് കെമിസ്ട്രീനെ കൊണ്ടുവരണം. ഇനി നിങ്ങൾക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടാകും, സാർ എന്താണ് ഈ ഓൾ അതർ സ്റ്റഫ്? നിങ്ങളുടെ മൈൻഡിൽ നിന്ന് സ്ലിപ്പായി പോകാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങളിലൂടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഒന്ന്, കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ആപ്ലിക്കേഷൻ പാർട്ട്. നമുക്ക് അങ്ങനെ ഒരു പാരഗ്രാഫ് ഡയറക്റ്റ് NCERTയിലുണ്ട്, ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. പിന്നെ ഓർഗാനിക്കിലെ 2 ഭാഗങ്ങൾ, കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആൽക്കഹോൾ, ഫിനോൾ, ഈതർ എന്നുള്ള ചാപ്റ്ററിലുള്ള കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആൽക്കഹോൾ, അതുപോലെ തന്നെ പോളിഹാലജൻ കോമ്പൗണ്ട്സ് ഇൻ ഹാലോ ആൽക്കൈൻ ഹാലോവരീൻസ്, അതുപോലെ തന്നെ സൊല്യൂഷൻസ് ചാപ്റ്ററിലെ ഐഡിയൽ, നോൺ ഐഡിയൽ, പോസിറ്റീവ് നെഗറ്റീവ് സൊല്യൂഷൻസ്, അസിയോട്രോപ്പ് സൊല്യൂഷൻസ്, ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ്. പിന്നെ ഇലക്ട്രോ കെമിസ്ട്രിയിലെ പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്, ഓരോ സൊല്യൂഷൻസും ഇലക്ട്രോലൈസ് ചെയ്യുമ്പോൾ അക്വസ് NaCl ആണെങ്കിൽ, മോൾട്ടൻ NaCl ആണെങ്കിൽ, കോപ്പർ സൾഫേറ്റ് വിത്ത് ഇനേർട്ട് ഇലക്ട്രോഡ് ആണെങ്കിൽ എന്താണ് ആനോഡിലും കാഥോഡിലും വരുന്ന പ്രൊഡക്റ്റ് അത്. അതുപോലെ തന്നെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ തന്നെ ബാറ്ററി റിയാക്ഷൻസ്, ആനോഡിലെ റിയാക്ഷൻ എന്ത്, കാഥോഡിലെ റിയാക്ഷൻ എന്ത്, ഓവറോൾ റിയാക്ഷൻ എന്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് വിട്ടുപോകാൻ ചാൻസ് ഉള്ള ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ഇതൊന്നും നമ്മൾ വിട്ടുപോകരുത്. അതുകൊണ്ട് തന്നെ നമ്മുടെ റെഗുലർ റീഡിംഗ് ഷെഡ്യൂളിൽ ഇതും കൂടെ ഞാൻ പെടുത്തുകയാണ് ആസ് അതർ സ്റ്റഫ്. ഇതാണ് നിങ്ങളുടെ സാറ്റർഡേ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, സാർ ഈ റീഡിങ്ങിനൊക്കെ വളരെയധികം സമയം പോകൂലേ? ഫസ്റ്റ് ടൈം റീഡിങ് എന്തായാലും കുറച്ച് സമയം എടുക്കും, കാരണം പല ടോപ്പിക്കുകളും ചിലപ്പോൾ കാണുന്നത് തന്നെ ആദ്യമായിട്ടായിരിക്കും. പക്ഷേ രണ്ടാമത്തെ 3ാമത്തെ റീഡിങ്ങിലേക്ക് എത്തുമ്പോഴത്തേക്കും നിങ്ങളെടുക്കുന്ന സമയം ആദ്യത്തെ റീഡിങ്ങിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. സബ്സീക്വൻറ്റ് റീഡിങ്സ് വിൽ ടേക്ക് ലെസർ ടൈം. അപ്പോൾ അവസാനത്തെ ദിവസങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് നിങ്ങൾ വായിച്ച് തീരുകയും ചെയ്യും. നിങ്ങൾക്ക് കൂടുതൽ സമയം ഇക്വേഷൻസും ഫോർമുലാസും അതുപോലെ തന്നെ റിയാക്ഷൻസൊക്കെ ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. ഇനോർഗാനിക് കെമിസ്ട്രി ആ സമയത്ത് ഒരു ബേർഡനായിട്ട് നിങ്ങൾക്ക് വരില്ല. ഓക്കെ, ഇതുപോലെ കുറേ സ്ട്രാറ്റജീസ് നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രിക്കും ഓർഗാനിക് കെമിസ്ട്രിക്കും
ഒക്കെ നമുക്ക് സെറ്റാക്കാനുണ്ട്. ഈ സ്ട്രാറ്റജീസ് എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓൺ ദ റൈറ്റ് ടൈം നിങ്ങൾക്കിത് തന്നുകൊണ്ടേയിരിക്കും ത്രൂ അവർ എൻ ഗെയിം പ്രോഗ്രാം. നമുക്ക് എൻ ഗെയിം പ്രോഗ്രാം നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്യാണ്. 40 days ഇൻറ്റൻസ് റിവിഷൻ പ്ലാൻ ടു ക്രാക്ക് നീറ്റ് 2024. സോ എൻ ഗെയിമിൻ്റെ ഒരു ജനറൽ ഔട്ട്ലൈൻ കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. സോ നമുക്ക് 81ഓളം ചാപ്റ്റേഴ്സാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജിയിലായിട്ടുള്ളത്. നമ്മളതിനെ 20 മൊഡ്യൂളുകളായിട്ട് കൺവേർട്ട് ചെയ്യും. സോ എൻ ഗെയിം ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് 4 സബ്ജക്റ്റ് ഒരു ദിവസം ഉണ്ടാവും. ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി 4 സബ്ജക്റ്റും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഡെയിലി ഉണ്ടാവും. 4 സബ്ജക്റ്റും കൂടി ആയിട്ട് നമുക്കൊരു 80 ക്വസ്റ്റ്യൻസ് ഒരു ഡേയിൽ നിങ്ങൾ സോൾവ് ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു ഡെയിലി എക്സാം ഉണ്ടാവും ഓഫ് 30 questions. തലേ ദിവസം പഠിച്ച ടോപ്പിക്കുകളെല്ലാം കൺസിഡർ ചെയ്യുന്ന ഒരു 30 questions ഡെയിലി എക്സാം ഉണ്ടാവും. ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു മൊഡ്യൂൾ എക്സാമും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വേറൊരു കൺസേൺ ആണ്, സർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ സമയം വേണ്ടേ? ഈ ഒരു പ്രോഗ്രാം വഴി മക്കളെ നമ്മളൊരു 5200+ ക്വസ്റ്റ്യൻസ് പല സെഗ്മെൻറ്റിലായിട്ട് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് എല്ലാ വെറൈറ്റീസും എല്ലാ ടോപ്പിക്സും കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും ഈ 5200 ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ലൈവ് ക്ലാസ് ഡിസ്കഷനിലുള്ളത്, ഡെയിലി എക്സാമിലുള്ളത്, മൊഡ്യൂൾ എക്സാമിലുള്ളത്, അങ്ങനെ എല്ലാ സെഗ്മെൻറ്റിലും കൂടെ നമുക്ക് 5200+ ക്വസ്റ്റ്യൻസ് ഈ പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടാവും. സോ അത് മോർ ദാൻ ഇനഫാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ സ്ട്രാറ്റജീസ് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ട സമയത്ത് നമ്മൾ റെഗുലർലി നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ റെക്കോർഡഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് വരുന്നുണ്ടാവും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്ത വേറൊരു കാര്യമാണ് 100 question സീരീസ്. അത് നിങ്ങൾക്ക് ഡെയിലി ബേസിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കൂടെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനി ഈ ഒരു എൻ ഗെയിമിൻ്റെ ഫീ സ്ട്രക്ചറോടെ ഞാൻ പറയാം. 4499 ആയിരിക്കും ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത്. 1-2 ചെറിയ പോയിൻറ്റുകൾ കൂടി ഈ എൻ ഗെയിമിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഹൈലൈറ്റ് ചെയ്യുകയാണ്. ഒന്നാമത്തെ കാര്യം നമ്മുടെ സൈലത്തിൻ്റെ സ്റ്റോർ. സോ നമ്മുടെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും വിത്ത് മൈൻഡ് മാപ്സ് നമ്മുടെ സൈലത്തിൻ്റെ മെറ്റീരിയൽ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഈ ഒരു QR കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇവിടെ QR കോഡ് കാണാൻ പറ്റും. ഒന്ന് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ സ്റ്റോറിലേക്ക് നിങ്ങൾക്ക് എത്താവുന്നതാണ്. അതുപോലെ തന്നെ പല ആൾക്കാരും നീറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വിട്ടുപോകാറുണ്ട്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ നീറ്റ് കമ്മ്യൂണിറ്റി ഇപ്പോൾ സൈലത്തിൻ്റെതാണ്. നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി നമുക്ക് ഓൾറെഡി 13,000 അല്ല 14,000+ മെമ്പേഴ്സ് ഓൾറെഡി ജോയിൻ ആയ നമ്മുടെ നീറ്റ് കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. സോ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ജോയിനിങ് ലിങ്ക് ഈ QR കോഡ് വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഡെയിലി ബേസിൽ നിങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ അപ്ഡേറ്റും ഇൻഫർമേഷൻസും ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ കൂടുതൽ അപ്ഡേറ്റുകളും കൂടുതൽ സ്ട്രാറ്റജീസുമായിട്ട് ഇനിയും നമ്മൾ കാണും. അതുവരേക്കും ബൈ ബൈ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.